ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു തിയറത്തെ പറ്റിയാണ്. അപ്പോൾ ആ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇൻ എ ഗ്രൂപ്പ് ഈസ് യുണീക്ക്. ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ഒരു ഗ്രൂപ്പിൻ്റെ അകത്തുള്ള ഐഡൻറ്റിറ്റി എലമെൻറ്റ് യുണീക്ക് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എടുക്കുകയാണ്, E1 E2 എന്ന് പറഞ്ഞത്. ഗ്രൂപ്പ് ജീൻ്റെ അകത്തുള്ള രണ്ട് ഐഡൻറ്റിറ്റി എലമെൻറ്റാണ് E1 E2. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇപ്പോൾ 1 എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെങ്കിൽ ആ 1നോട് നമ്മൾ ഏതൊരു എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്താലും ആ എലമെൻറ്റ് കിട്ടണം. അതാണ് എന്ത് ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നോക്കി, നമ്മൾ ആദ്യത്തെ കേസിൽ ഞാൻ E1 എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എടുക്കുക. E1 ആണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ ഞാൻ E2 ആയിട്ട് ഓപ്പറേറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് E2 തന്നെ കിട്ടണം അല്ലേ? അതായത് E1 ആണ് നമ്മൾ ഐഡൻറ്റിറ്റി എലമെൻ്റ് എങ്കിൽ ഞാനിപ്പോൾ E2 ഡോട്ട് E1 ചെയ്താലും E1 ഡോട്ട് E2 ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടണം? ആ എലമെൻ്റാണ് കിട്ടേണ്ടത്, അതായത് E2 ആണ് കിട്ടേണ്ടത്. E1 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ E2 ഞാൻ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുക. E2 ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ E2 ആയിട്ട് ഏതൊരു എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, അതായത് E2 ആണ് നമ്മൾ ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ്, അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിനോട് ഞാൻ വേറൊരു എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ എലമെൻറ്റ് കിട്ടണം. അപ്പോൾ E2 ഡോട്ട് E1 ചെയ്ത് കഴിഞ്ഞാലും E1 ഡോട്ട് E2 ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടണം? E1 കിട്ടണം, ആ എലമെൻറ്റ് കിട്ടണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും എടുത്തു. ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ രണ്ട് ഇക്വേഷൻ്റെ അകത്ത് നിന്ന് E1 പകരം ഞാൻ എന്ത് എഴുതി? E1 ഈക്വൽ ടു E1 ഡോട്ട് E2 എന്ന് എഴുതി. E1 ഈക്വൽ ടു E1 ഡോട്ട് E2. എടാ, E1 ഡോട്ട് E2 എന്ന് പറഞ്ഞാൽ അത് E2 തന്നെയല്ലേ? അപ്പോൾ E1 ഈക്വൽ ടു E2 എന്ന് കിട്ടി, അതായത് അത് യുണീക്കാണെന്ന് കിട്ടി. E1ഉം E2 എന്താണ്? ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ നിന്ന് കിട്ടി? ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ഈസ് യുണീക്ക്. സിമ്പിളായിട്ടുള്ള ഒരു തിയറാണിത്. ജസ്റ്റ് ആ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് രണ്ട് കേസ് വെക്കുക, എന്നിട്ട് ആ രണ്ട് ഇക്വേഷൻ്റെ അകത്ത് E1ഉം E2 ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.